മഴതോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയെ പുറത്താക്കിക്കൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അറിയുന്നില്ല ഇതൊന്നും. അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും കൃഷ്ണ പറയുന്നുണ്ട് എല്ലാവരും കൂടെ വന്നെന്ന് അടിച്ചോടിച്ച് വിട്ടെന്ന്. എന്നാൽ ഇത് ആരൊക്കെയാണെന്നത് ചോദിച്ച് അന്വേഷിക്കുകയും പക്ഷേ അതങ്ങനെ എനിക്ക് മനസ്സിലായി നേരത്തെ തന്നെ. ഇവിടെ രാജീവനും ശിവനും എല്ലാവരും കൂടെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ ഒരു പന്തികേടാണെന്ന്. എനിക്ക് അപ്പോഴും മനസ്സിലായില്ലായിരുന്നു. എന്നാൽ ഞാൻ ഉടനെ വരുമായിരുന്നു എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ കൃഷ്ണയോട് പറയുന്നുണ്ട്, എങ്ങോട്ടാ പോയെന്നറിയാമോ? ഇല്ല, എല്ലാവരും കൂടെ പറഞ്ഞയച്ചതാ. എന്നിട്ട് ചേച്ചി നടന്നു പോകുന്നത് ഞാൻ കണ്ടത് എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ വിളിച്ച് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മനു വന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇവിടെ ഇല്ല, അവളെ ഞങ്ങൾ പറഞ്ഞയക്കുമോ എന്ന് പറയുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയാണെങ്കിൽ ആരെടുത്തും ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മനു പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ചെയ്തത് ആരെയല്ലോ, നിൻ്റെ ആരെങ്കിലും ആണോ? ബാലചന്ദ്രൻ്റെ മകളെയല്ലേ, അവളങ്ങ് പോട്ടെ, അവൾ എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ, എന്നാലേ ഇനി വൈജയന്തിക്ക് ഈ വീട്ടിലൊരു സ്വസ്ഥത കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ പറയുന്നുണ്ട് അങ്ങോട്ട് പോകുന്നതാണ് കണ്ടത്, പെട്ടെന്ന് പോയി വിളിച്ചിട്ട് വരണേ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനും വഴക്ക് പറയുന്നുണ്ട് കൃഷ്ണയെ. അങ്ങനെ മനു പോകുന്നുണ്ട്. കൃഷ്ണയെ വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, ഞാൻ മാത്രം പോകാമെന്ന് പറഞ്ഞ് മനു അന്വേഷിച്ച് പോകുന്നുണ്ട്. അങ്ങനെ കരഞ്ഞ് തളർന്ന് ഓരോന്ന് ചിന്തിച്ച് അലീന നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഹോസ്പിറ്റലിലെത്തുകയും അവിടെയാണ് ബാലചന്ദ്രനെ കാണുകയും അങ്ങനെ അലീന പറയുന്നുണ്ട് ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചു വരത്തില്ല എന്നും എല്ലാവരും കൂടെ എന്നെ പുറത്താക്കിയെന്നും പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അവിടെ ഇല്ലാത്തതാണ് ഇതെല്ലാം കുഴപ്പമെന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും നീ ഇനി ഒരിടം പോവേണ്ട ആവശ്യമില്ല, നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. അഥവാ നീ പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. എനിക്കും 3 മക്കൾ മാത്രമേ ഉള്ളൂ. നീ ഇനി അവിടെ വരാനേ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ മനു വരുന്നുണ്ട്. മനു ആണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും നീ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഹോസ്പിറ്റലിൽ നീ വീട്ടിലേക്ക് പോകണം. ഇല്ല, ഞാൻ പോകില്ല. എന്നെയാണെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കിയതാ, ഇനി ഞാൻ ഒരു ശല്യം ആർക്കും ആവത്തില്ല. അമ്മയ്ക്കാണെങ്കിൽ എന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി തിരിച്ചു വരില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും പറയുന്നുണ്ട് നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് ഇപ്പോൾ. എന്നാൽ നമുക്കതൊക്കെ ഒരു സങ്കടമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എന്നാലും ആ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാനും ചിന്തിച്ചില്ല, ഇത്രയ്ക്കും വലിയ പ്രശ്നമാവുമെന്നും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ ആണെങ്കിൽ ഇനി അതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിൻ്റെ അമ്മയ്ക്ക് സുഖമായി വരിക എന്നുള്ള ചിന്ത മാത്രമായിരിക്കണം നിനക്ക്. അതുകൊണ്ട് നീ ഇനി ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല. ഇനി ആരെന്ത് പറഞ്ഞിരുന്നാലും മിണ്ടാതെ ഇരിക്കണം എന്നും പറയുന്നുണ്ട്. എന്തായാലും എത്രയായിരുന്നാലും എന്നെ അടിച്ച് ഓടിക്കാൻ ശ്രമിച്ചവരല്ലേ അവർ, എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ വീട്ടിൽ വരില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ എനിക്കും ഇനി നിങ്ങളെയൊന്നും കാണേണ്ട ആവശ്യമില്ല, ഞാനും ഇനി ഒന്നും പറയില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അലീനയ്ക്ക് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ തിരിച്ച് അലീന ആ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനു വരുന്നുണ്ട്. മനു കണ്ടിട്ട് പറയുന്നുണ്ട് എന്താ നീ അങ്ങനെയൊക്കെ ചെയ്തേ? നീ വേഗം കൊണ്ട് എങ്ങോട്ടാണ് പോയത്? അവിടെ തന്നെ നിന്നുകൂടായിരുന്നോ? എന്നെ വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പറയുക അതിന് ഫോണെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടല്ലേ അവരെല്ലാം ചെയ്തത്, എൻ്റെ അടുത്ത് ഇങ്ങനെയും കാണിക്കുമോ വിചാരിച്ചില്ല എന്ന് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴും മനു പറയുന്നുണ്ട് എന്തായാലും ഇനി പോയതിരിക്കട്ടെ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിൽ നിന്ന് എനിക്ക് കൃഷ്ണ മാത്രമേ ഉള്ളൂ ഒരു താങ്ങായി നിൽക്കാമെന്ന് എനിക്ക് വിചാരിക്കുന്നുണ്ട്. കാര്യം എന്തെന്നാൽ അവൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു താങ്ങായിട്ട് ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അത് അച്ഛനും അതുപോലെ തന്നെ. ഇപ്പോൾ എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയിലാണ്, അവൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ മുമ്പിൽ. അവളെയും എൻ്റെ അടുത്ത് കൂടെ നിൽക്കുന്നെന്ന് പറഞ്ഞ് അവരും ഭയങ്കര വഴക്കാണ് അവിടെ എന്നും പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇനി വീട്ടിൽ തിരിച്ചു പോകാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട് ഇവളെ കൊണ്ട് വീട്ടിലാക്കണം, എന്തായാലും ഇനി ഒരു പ്രശ്നം വരണമെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം, ഞാൻ അവർക്ക് വെച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധരനെ വിളിക്കുന്നുണ്ട് ഫോണിൽ. അങ്ങനെ ഗംഗാധരൻ പറയുന്നുണ്ട് എന്താ പറ്റി, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ ഫോണിൽ കൂടെ പറയുകയാണ് എന്നെ വഞ്ചിച്ചവളല്ലേ, അവളാണെങ്കിൽ ഇപ്പോഴേ ചെറിയൊരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിക്കാണും, അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്നും പറയുന്നുണ്ട്. എന്താ നീ അങ്ങനെ പറയുന്നേ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. അത് വിഷമത്തിലാണല്ലോ ഇങ്ങനെ അവൾ പോയത്, എന്നെ ഈ വീട്ടിലിട്ട്. അലീനയാണെങ്കിൽ എന്തായാലും ആ വീട്ടിൽ നിന്ന് പോകണമെന്ന ഒരു ഉറപ്പായിരുന്നു
നിർബന്ധമായിരുന്നു അവൾക്ക്. എന്നാൽ ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ